എന്ത് തറവേല ചെയ്തിട്ടായാലും അനിൽ ആന്റണിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായിട്ട് ഒരു വലിയ ലോബി തന്നെ അനിൽ ആന്റണിക്ക് പിന്നാലെ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ദല്ലാൽ നന്ദകുമാറാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയ സമയത്ത് തന്നെ മറ്റു പല പാർട്ടികളുടെയും അജണ്ടയുടെ ഭാഗമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടേയിരുന്നു പത്തനംതിട്ടക്ക് പറ്റിയ സ്ഥാനാർത്ഥിയല്ല എന്നുള്ളത്. അതിൻ്റെ ആ ഒരു വാർത്തകൾക്കൊക്കെ ഫലമായിക്കൊണ്ട് മോദി അനുകൂലികളായിട്ടുള്ള നിഷ്പക്ഷരിൽ വരെ ആ ഒരു ചിന്ത വളർത്താൻ മാധ്യമങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ സാധിച്ചുവെങ്കിലും അനിൽ ആന്റണി ശക്തമായിട്ട് പത്തനംതിട്ടയിൽ പ്രചരണങ്ങളുമായിട്ട് രംഗത്തെത്തിയതോട് കൂടിയിട്ട് മോദി അനുകൂലികളായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള സകല ആളുകളും അനിൽ ആന്റണിക്ക് തന്നെ ഒപ്പം നിൽക്കുന്നത് കണ്ട് മാധ്യമങ്ങൾ ഓരോ ഘട്ടത്തിലും അനിൽ ആന്റണിയെ വേട്ടയാടി തന്നെ മുന്നോട്ടു പോകുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാതൃഭൂമിയുടെ സർവേ ഫലം പുറത്തു വന്ന സമയത്താണ് CPM കേന്ദ്രങ്ങൾ, അതായത് ഇടത് കേന്ദ്രങ്ങളിൽ പോലും ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. തോമസ് ഐസക്കിനും അനിൽ ആന്റണിക്കും ഒരേ രീതിയിൽ വോട്ടു കിട്ടുമെന്നും അതേപോലെ തന്നെ അവിടെ ആന്റണിക്ക് കേവലം 2% വോട്ട് മാത്രമേ അധികമുള്ളൂ എന്ന അഭിപ്രായ സർവേ ഫലം പുറത്തു വന്നതോടുകൂടിയിട്ട് ഇടത് കേന്ദ്രങ്ങൾ ആ യാഥാർത്ഥ്യം അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നു. പത്തനംതിട്ടയിൽ വിജയിക്കാൻ പോകുന്നത് അനിൽ ആന്റണിയാണെന്നുള്ള യാഥാർത്ഥ്യം. ആ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ദല്ലാൽ നന്ദകുമാറിനെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. അങ്ങനെ വെറുതെ ഇടത് കേന്ദ്രം ഇറക്കിയതാണെന്നല്ല വിളിച്ചു പറയുന്നത്, മറിച്ച് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട് ദല്ലാൽ നന്ദകുമാർ ഇടപെട്ടു. അത് CPMലേക്ക് ഇടത് കേന്ദ്രത്തിലേക്ക് പത്മജ വേണുഗോപാലിനെ എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ മുൻകാലങ്ങളിലെ VSുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചോ CPM നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. മറിച്ച് പത്മജ വേണുഗോപാലിനെ ഇടത് കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് മാത്രം മുൻനിർത്തുമ്പോൾ ഈ ദല്ലാൽ നന്ദകുമാർ സകല പണിയും എടുക്കുന്നത് ഇടത് കേന്ദ്രങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ ഇഷ്യൂ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാസപ്പടി വിഷയമുണ്ടല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള സകല EDയുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ മറച്ചു പിടിക്കാൻ ദല്ലാൽ നന്ദകുമാറിനെ ഇറക്കിയിട്ട് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള പത്തനംതിട്ടയിലുള്ള അനിൽ ആന്റണിക്കെതിരെ ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുകയാണ്. അതിൽ ഈ ദല്ലാൽ നന്ദകുമാറിന് പോലും പാളിപ്പോയിട്ടുള്ളത് PT തോമസ് മരണപ്പെട്ടതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ മുന്നോട്ട് പോവാൻ സാധിക്കുമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെയും അതൊക്കെ തന്നെ തകർന്നു വീണിട്ടുള്ളത് യാഥാർത്ഥ്യം. PT തോമസിൻ്റെ ഭാര്യ ഇന്ന് MLA ഉൾപ്പെടെയായിട്ടുള്ള ഉമാ തോമസ് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. പറയുന്നതിൽ വാസ്തവൊന്നുമില്ല. എനിക്ക് നന്ദകുമാറിനെ നന്ദപ്പൻ എന്ന് പറഞ്ഞിട്ട് അറിയുന്നത്, ഞാന് കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ഞങ്ങൾ താമസിച്ചിരുന്നപ്പോ ഒരു സൈക്കിള് ചവിട്ടി ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്ത് ഏറ്റവും നല്ലൊരു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിച്ചിരുന്ന കുട്ടിയായിരുന്നു നന്ദകുമാർ. ഈ നന്ദപ്പനെ ഞങ്ങൾ വിളിച്ചിരുന്നത്. നന്ദപ്പന് ഇപ്പം ഇങ്ങനെ ഒരു ആരോപണം പറയുമ്പോൾ ഇതിൽ എനിക്ക് ഒരറിവുമില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയാം, PT തോമസിനെ പോലെയുള്ള ഒരാള് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുവോ ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും. നിങ്ങൾ കേട്ടില്ലേ, മുന്നേ ഇദ്ദേഹം തന്നെ കോൺഗ്രസ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ, കോൺഗ്രസും പിന്നീട് VSന്റെ അടുപ്പക്കാരനും ഈ പത്മജ വേണുഗോപാലിന് വേണ്ടി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇടത് വലത് കേന്ദ്രങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തിയിട്ടുള്ളത്. 10-12 വർഷക്കാലം മുമ്പേ, അതും പ്രതിരോധ മന്ത്രിയുടെ വകുപ്പിലുള്ള ഫയലുകളെ കുറിച്ചൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്. നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് അതിസുപ്രധാനമായിട്ടുള്ള രേഖകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി
ക്യാഷ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാ പറയുന്നത്. ഈ ദല്ലാൽ നന്ദകുമാർ ആരെക്കുറിച്ചായി പറയുന്നത്? AK ആന്റണിയെ കുറിച്ചോ? നിങ്ങൾ നമ്മുടെ മാധ്യമങ്ങളുടെ വാർത്തകളൊക്കെ തന്നെ ഒന്ന് എടുത്തു നോക്കുക. ഈ AK ആന്റണിക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ശത്രുക്കളുടെ ഇന്റർവ്യൂകളിൽ പോലും വളരെ വ്യക്തമായിട്ട് അവർ ഓരോരുത്തരും കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് AK ആന്റണി ഒരു പൈസ പോലും ഒരാളിൽ നിന്നും വാങ്ങില്ല എന്ന്. അപ്പോൾ AK ആന്റണിക്ക് ക്യാഷ് കൊടുക്കണം, നിങ്ങളൊരു ക്യാഷ് തരൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുമോ? അത് ഈ കേരളത്തിലെ സകല ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്നൊരു കാര്യം തന്നെയാണ്. AK ആന്റണി ഒരു നയാ പൈസ വാങ്ങില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അനിൽ ആന്റണിയുടെയൊക്കെ കയ്യിൽ കൊടുക്കുമോ? ഈ പറഞ്ഞു കൊണ്ടുവരുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുള്ളതൊക്കെ ദല്ലാൽ നന്ദകുമാറൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ദല്ലാൽ നന്ദകുമാറൊക്കെ ഇന്ന് രംഗത്തെത്തിയിട്ടുള്ളത് വളരെ വ്യക്തമാണ്. പത്തനംതിട്ടയിൽ വിജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അനിൽ ആന്റണി തന്നെയാണ്. അത് അഭിപ്രായ സർവേ ഫലത്തിൽ തന്നെ വളരെ വ്യക്തമായതാണ്. മാതൃഭൂമിക്ക് ഒരിക്കലും ഈ അനിൽ ആന്റണി വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ റിസൾട്ട് പുറത്ത് വിടാൻ സാധിക്കില്ല. കാരണം മാതൃഭൂമിയുടെ ഓണർ എന്ന് പറയുന്നത് ശ്രേയംസ് കുമാറാണ്. അദ്ദേഹം ഇപ്പോൾ LDFിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതിനു മുമ്പ് UDFിലായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രമേ മാതൃഭൂമിയുടെ ഫലങ്ങൾ പുറത്തു വരൂ. യാഥാർത്ഥ്യത്തിൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി വിജയത്തിലേക്ക് എന്നുള്ള ഈ ഒരു 100%ലേക്ക് എത്തി എന്ന് തന്നെയാണ് ഈ അവസാന ഘട്ടത്തിലെ ഈ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ സുബോധമുള്ള ഓരോ നിഷ്പക്ഷരും മനസ്സിലാക്കേണ്ടത്. നമ്മൾ പ്രധാനമായിട്ടും തിരിച്ചറിയേണ്ടത് ഈ അനിൽ ആന്റണി അവിടെ പ്രചരണങ്ങളൊക്കെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തോമസ് ഐസക് അവിടെ ഉണ്ടായിരുന്ന പൂഞ്ഞാറിലെ വിഷയത്തിൽ വേട്ടക്കാർക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ആന്റോ ആന്റണിക്കൊരു നിലപാട് പോലുമില്ല. അവിടെയൊക്കെ തന്നെ ഇരക്കൊപ്പം വളരെ വ്യക്തമായിട്ട് അനിൽ ആന്റണി നിന്നിട്ടുള്ളത് പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വളരെ വ്യക്തമായിട്ട് അനിൽ ആന്റണി വിജയത്തിലേക്ക് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെയൊക്കെ ഈ ഒരു രംഗപ്രവേശനം എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകം ഓർക്കണം, 10-12 വർഷക്കാലം മുമ്പേ ഉള്ളത്. ഇദ്ദേഹം BJPയിൽ പോയ സമയത്ത് പറഞ്ഞില്ല, ഇദ്ദേഹം സ്ഥാനാർത്ഥിയായ സമയത്ത് പറഞ്ഞില്ല. അതേസമയം ഈ മാതൃഭൂമിയുടെയൊക്കെ ഒരു അഭിപ്രായ സർവേ ഫലം പുറത്തു വരികയും അവിടെ ആ ഒരു നേതൃത്വം കൊടുത്ത അഭിപ്രായ സർവേ ഫലത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ ഇടത് കേന്ദ്രത്തിലേക്ക് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു, ഈ അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിൽ വിജയിക്കാൻ പോകുന്നത് എന്ന്. ആ യാഥാർത്ഥ്യത്തിന്റെ പുറത്ത് നിന്ന് തന്നെയാണ് ദല്ലാൽ നന്ദകുമാറൊക്കെ ഈ ഒക്കെ ഒരു വിഷയമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. പത്തനംതിട്ടയിലെ സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളോടും പറയാനുള്ളത്, ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടില്ലേ ആന്റോ ആന്റണിയൊക്കെ അവിടെ ഈ പ്രതിനിധിയായിട്ട് മുന്നോട്ട് പോകുന്നത്. യാതൊരു കാര്യവും പത്തനംതിട്ടയെ സംബന്ധിച്ച് അവിടെ കാലങ്ങൾ മുന്നോട്ട് പോകുന്ന വികസനങ്ങളല്ലാതെ വ്യക്തിപരമായിട്ടുള്ളൊരു വ്യക്തിമുദ്ര വികസനത്തിൻ്റെ കാര്യത്തിൽ ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ പതിപ്പിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ മോദിക്കൊപ്പം ആരിയ്ക്കും കേരളത്തിൽ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയെ തന്നെ വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സുബോധമുള്ള ഓരോ വ്യക്തിയും പത്തനംതിട്ടയിൽ ചെയ്യേണ്ടത്.